ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഈ കോൺഗ്രസിലേക്ക് വരുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഒരേ ഒരാളെയാണല്ലോ, കെ സുരേന്ദ്രനെ. കാരണം സന്ദീപ് വാര്യർ പറഞ്ഞത് കെ സുരേന്ദ്രനും സംഘവുമാണ് താൻ പാർട്ടി വിടാൻ കാരണക്കാരായവർ എന്നാണല്ലോ. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കുറ്റപ്പെടുത്തലുകളായി, ആരോപണങ്ങളായി സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, അതായത് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യാൻ, അതാണ്. അപ്പോൾ ഞങ്ങൾ വർഗീയതയ്ക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ്. ആ വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയം അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമല്ലേ? KPCC പ്രസിഡന്റിന് അഭിമാനകരമായ നിമിഷമാണ്. അദ്ദേഹം പാർട്ടിയെ സംസ്ഥാനത്ത് നയിക്കുന്ന സമയത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒരാൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക്, കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. BJPയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ. കേരളത്തിൽ ഇതിൽ ആദ്യത്തെ സംഭവം മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ ഒരു നേതാവ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കോൺഗ്രസിന്റെ ഈ സഹന രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം വന്നത് നമ്മൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റാണ്. ഇതിന്റെ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു സത്യത്തിൽ? ഈ ചർച്ചകൾക്ക്, സന്ദീപുമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത സത്യത്തിൽ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ രാവിലെ അറിഞ്ഞത് അങ്ങാണ് ചർച്ച, സന്ദീപുമായിട്ടുള്ള ചർച്ച. ഞങ്ങളെല്ലാവരും, KPCC പ്രസിഡന്റ്, ഞാനുണ്ട്, ഞങ്ങളുടെ AICC നേതൃത്വം KC വേണുഗോപാൽ, ദീപ മാഡം, ഞങ്ങളുടെ AICC സെക്രട്ടറി PV മോഹൻ ഉണ്ട്. വലിയൊരു പങ്ക് വഹിച്ചത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരായ ബെന്നി ബെഹനാൻ MP ആണ്. എന്തിനാണെന്നാണ് പറയേണ്ട? ഇതൊരു തുടക്കമാണ് നമുക്ക് പറയാൻ പറ്റുമോ? സന്ദീപിന് പിന്നിൽ ഒരുപാട് യുവാക്കളുണ്ട്, സന്ദീപിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാ രഹസ്യവും നേരത്തെ പറയാൻ പറ്റുമോ? എന്തായാലും ഒരു ചലനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അത് എത്ര അതിന്റെ ഡെൻസിറ്റി ഒന്നും കണക്കൂട്ടാൻ കഴിയില്ല. ഡെഫിനറ്റായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുള്ള പാർട്ടിയാണ് BJP. അദ്ദേഹത്തിന് അതിനുള്ള ഒരു സഹായം ഇദ്ദേഹത്തിന് അവരിൽ നിന്ന് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ചില ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ട്, ഒറ്റപ്പാലം സീറ്റ് അങ്ങനെയൊക്കെ. അൺകണ്ടീഷണൽ ഒരു ഉപാധിയും വെക്കാതെ ഇങ്ങോട്ട് വന്നേക്കാം. പക്ഷേ ഞങ്ങള് പ്രസിഡന്റ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അദ്ദേഹം സത്യത്തിൽ പറഞ്ഞത് വ്യക്തിപരമായ ഒരുപാട് വിഷമങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു ഈ BJPയിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം BJPന്റെ കൂടെ നിന്ന് BJPക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വരും. അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടാകും. ആ ഒരു മെന്റൽ ടെൻഷൻ പുള്ളിക്കുണ്ട്. പക്ഷേ അത് മാറി അതിന്റെയൊക്കെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ സഹന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രമാറ്റിക്കൽ ചേഞ്ചാണ്. ആ ചേഞ്ച് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ആളുണ്ടാവും. സന്ദീപ് ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്ന് അങ്ങേക്ക് മുൻപ് അദ്ദേഹം BJP അറിയാം, നേരത്തെ അറിയാം. നമ്മളിപ്പോ ഏത് പാർട്ടിയിലായാലും നമ്മൾ വ്യക്തികളുടെ വ്യക്തിത്വം നമ്മൾ സമ്മതിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. ഞാനതിനകത്ത് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ പോലും ഞാൻ പറയില്ല, പിണറായി വിജയൻ പണ്ടൊന്നും പണത്തിന് ആഗ്രഹമില്ലാത്തൊരുത്തനാണ്, ഇപ്പോഴാണ് അദ്ദേഹം ആർത്തിയുടെ ഭണ്ഡാരമായി മാറിയത് എന്ന് ഞാൻ പറയാറുണ്ട്. ജയരാജനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പുള്ളി ഒരു ശുദ്ധനാണ് ഞാൻ പറയാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും ശ്രീ VD സതീശൻ, ഈ തെരഞ്ഞെടുപ്പിലെ നായകർ എല്ലാവരോടും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബിന്ദു മാഡം ഉണ്ട്, ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, ശ്രീ ബെന്നി ബെഹനാനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദ നിമിഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് എന്താ പറയാ, അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് അവർ ഏതാണ്ട് ഉറപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ അത് തങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് സന്ദീപിനോടും ഉടനെ തന്നെ സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പ് അളവറ്റ സന്തോഷത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഇന്നിപ്പോൾ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ കേവലം 2 ദിവസം മാത്രം ശേഷിക്കുകയാണ് ഈ നിർണായക നീക്കം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകും.